എല്ലാവർക്കും അറിവിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 PSC ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും വിശകലനം ചെയ്യുന്ന സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 5/2025 ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായതേത്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായതേത്? 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 1. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അത് ശരിയാണ്. 2. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. ശരിയായ പ്രസ്താവനയാണ്. 3. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണോ? അല്ല, കേരള പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇപ്പോഴത്തെ പോലീസ് സേനയുടെ മേധാവിയാണ് റവാദ ചന്ദ്രശേഖർ. ആരാണ്? റവാദ ചന്ദ്രശേഖർ. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1ഉം 2ഉം. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. ബക്രാനങ്കൽ സത്ലജ്. 2. ഹിരാക്കുഡ് മഹാനദി. 3. തെഹ്രി ഡാം കൃഷ്ണ. 4. സർദാർ സരോവർ നർമ്മദ. ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ശരിയായ ജോഡി 1ഉം 2ഉം 4ഉം അല്ലേ? ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം മാത്രമാണ്. തെഹ്രി ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെഹ്രി ഡാം ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ്. തെഹ്രി ഡാം കൃഷ്ണയിലല്ല, തെഹ്രി ഡാം ഭഗീരഥി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 2. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 3. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 4. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. 1, 2, 3 എന്നതാണ് ശരിയായ പ്രസ്താവന. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല. നാലാമത്തെ ചോദ്യം, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തും. ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? 1. സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. 2. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 3. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. 4. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന 1ഉം 2ഉം 3ഉം മാത്രം. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം നടന്നത്. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത്? 1. പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്. 2. തുഫത്തുൽ മുവാഹിദീൻ. 3. ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. 4. സതിഹിത ബോധിനി. രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേതെന്നാണ് ചോദ്യം. ശരി ഉത്തരം 4 മാത്രം. സതിഹിത ബോധിനി ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്ന വീരേശലിംഗം പന്തലുവിൻ്റെ രചനയാണ് സതിഹിത ബോധിനി. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. 1. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ. 2. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. 3. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. 4. കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറയുന്നത്. ശരിയായ ജോഡി 2ഉം 3ഉം മാത്രം. കേരള മീഡിയ അക്കാദമി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പം ശരിയായ ഉത്തരം 2ഉം 3ഉം. കേരള മീഡിയ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരും. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. ചലച്ചിത്ര അക്കാദമി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരും. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നെയ്യിൻ താലിം.
2. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. 3. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. 4. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിംഗ്സ്ലി ആണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. എല്ലാം ശരിയാണ് എന്നതാണ് ഇതിൻ്റെ ഉത്തരം. 9-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയേത്? തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയേത്? 1. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ജനീവ. 2. നാറ്റോ, ബ്രസൽസ്. 3. ഗ്രീൻ പീസ്, ആംസ്റ്റർഡാം. 4. ഇൻ്റർപോൾ, ലിയോൺ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന എ, 1 മാത്രം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ്. എല്ലാവർക്കും അറിയാം, ഫിലിപ്പീൻസ്, മനില അല്ലേ. 10-ാമത്തെ ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ വേറെ കുറച്ച് പുസ്തകങ്ങളുണ്ട്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയത് ജവഹർലാൽ നെഹ്റു ആണ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ജവഹർലാൽ നെഹ്റു. പിന്നെ മറ്റൊരു പുസ്തകമാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. ദ ഇന്ത്യൻ സ്ട്രഗിൾ എഴുതിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഇവിടുത്തെ ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം എഴുതിയത് അബ്ദുൽ കലാം ആസാദ്. 11-ാമത്തെ ചോദ്യം. ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് നംച ബർവയാണ്. ഏതാണ്? നംച ബർവ. 12-ാമത്തെ ചോദ്യം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം? കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കരീവ മണ്ണിനം. ഏതാണ്? കരീവ മണ്ണിനം. 13-ാമത്തെ ചോദ്യം. ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ്. റാറ്റ് ഹോൾ മൈനിങ് ആണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. 14-ാമത്തെ ചോദ്യം. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ടൈറ്റാനിയം ഓക്സൈഡ്. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏതാണ്? മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഏതാണ്? ഓക്സ്ബോ തടാകങ്ങൾ. അപ്പോൾ വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഓക്സ്ബോ തടാകങ്ങൾ. ഓക്സ്ബോ തടാകങ്ങൾ. 16. നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. 17-ാമത്തെ ചോദ്യം. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ? 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നത് കസാൻ, റഷ്യ. ബ്രിക്സ് ഉച്ചകോടിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 നടന്നത് ബ്രസീലിൽ വെച്ചാണ്. അടുത്ത ചോദ്യം, 18-ാമത്തെ ചോദ്യം. ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, പഞ്ചസാര വ്യവസായമായിട്ടാണ് ഗുർ, ഗണ്ടസാരി എന്നീ പദങ്ങൾ ബന്ധപ്പെട്ടത്. 19. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി. ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 20-ാമത്തെ ചോദ്യം. അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആഗോള സുസ്ഥിര വികസനത്തിനെ കുറിക്കുന്ന പദമാണ് അജണ്ട 21.
ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചത്? 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം? ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2010. 2010 ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായത്. 23. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ചത് കേരളമാണ്. 24. താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? 1. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. 2. ഫ്യൂഡൽ നികുതി നൽകുക. 3. നികുതി നൽകാതിരിക്കുക. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവന ഫ്യൂഡൽ നികുതി നൽകുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ബന്ധമില്ലാത്ത പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം. അരുൾനൂൽ, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവ ചട്ടമ്പി സ്വാമികളുടേതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗ്രന്ഥങ്ങളാണ് ദർശനമാല, ആത്മോപദേശ ശതകം, ദൈവദശകം, നവമഞ്ചരി എന്നിവയൊക്കെ. 26-ാമത്തെ ചോദ്യം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളാവീര. ഏതാണ്? ധോളാവീര. 27. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 1. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 2. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 3. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ജ്യോതിബ ഫുലെ. 28. പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി. 29. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. 30. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഓപ്ഷൻ ബി തെലങ്കാന. 31. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ. ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23 മുതൽ 24 വരെ. അപ്പോൾ ഓപ്ഷൻസ് എ 1D, 2C, 3A, 4B. 32-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. 33-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? 1. ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ആദരിക്കുക. 2. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ മുറുക്കെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 3. ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഏതാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നതാരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 35. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? 1. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. 2. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന 1ഉം 2ഉം മാത്രം. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 65 വയസ്സ് വരെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. 37. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ. ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. ഇപ്പോഴത്തേത് ഗ്യാനേഷ് കുമാർ. 38. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. 39. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? വന്ദേമാതരം ഏതു കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ചോദ്യം. ആനന്ദമഠം. ആനന്ദമഠമാണ് ഉത്തരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം ആനന്ദമഠത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. 40ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? 1. അമ്മു സ്വാമിനാഥൻ. 2. ദാക്ഷായണി വേലായുധൻ. 3. രാജ്കുമാരി അമൃത് കൗർ. 4. സരോജിനി നായിഡു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായ വനിതകളാണ് ചോദിച്ചത്. ഇവരെല്ലാവരും ഇന്ത്യൻ ഭരണഘടനയിൽ അംഗങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ബുദ്ധമയൂരി. 43. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി നദി. 44. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരമാണ് PR ശ്രീജേഷ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നുമാണ് കഥകളി ഉണ്ടായത്? കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്നുമാണ്. 47. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. 48. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. 49. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. 50. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. 51. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 1. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയായി. 2. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. 3. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. 4. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉം. ഓപ്ഷൻ സി. 52. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യോ. ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. 53. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയാണ് കാരിച്ചാൽ ചുണ്ടൻ. 71 ആരാണെന്നറിയോ? 71 വിയപുരമാണ് 71ാമത്തത്. 70ാമത്തത് കാരിച്ചാൽ ചുണ്ടൻ.
54. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, വൈകുണ്ഠസ്വാമികൾ ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവനകളാണ് പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ദർശനമാല. 55. 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. 2025 പ്രഥമ കൊക്കോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യമാണ് ഇന്ത്യ. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 57. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയാണ് അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.ബി. മേനോൻ? കെ.ബി. മേനോൻ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്തതാണെന്നാണ് ചോദ്യം. കീഴയൂർ ബോംബ് കേസിനാണ് കെ.ബി. മേനോൻ നേതൃത്വം കൊടുത്തത്. 59. ചോദ്യം. 59. ചോദ്യം. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി. മൊബൈൽ ഫോണിന് അടിമപ്പെട്ട് അതിൽ നിന്നും മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കൂട്ട്. മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മഹാകവി ജി ശങ്കരക്കുറുപ്പിനെ രണ്ടാം ബുധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. 61. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഒവ്യൂൾ, വിത്താകുന്നു. അടുത്ത ചോദ്യം. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണം ഏത്? എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് ബോട്ടോണിക്കൽ ഗാർഡൻ. 63. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. 64. ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ഗ്ലോബുലിനാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ. 65. തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തതാണ് ലിപ്പേസ്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. തെറ്റായ പ്രസ്താവന വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. സി. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണം കുറയും. ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. 67. ചോദ്യം. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. 1. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. 2. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. 3. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. 4. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയയാണ്. ശരിയും തെറ്റും കണ്ടെത്തുക എന്നാണ് ചോദ്യം. 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 68. ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നതിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 69. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി സന്ധി ഏത്? കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. 70. ചോദ്യം. സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു. 2. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. 3. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു.
4 2 പേശീകോശങ്ങൾക്കിടയിൽ കാണുന്നു. ഏതാണ്? പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഓപ്ഷൻ ബി 2ഉം 3ഉം ശരി. അടുത്ത ചോദ്യം 71. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീലാണ് അൽനിക്കോ. 73. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ചോദിച്ചത്. തെർമോപ്ലാസ്റ്റിക് അല്ലാത്തതാണ് ബേക്കലൈറ്റ്. 74. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ? പ്രോട്ടോണിന് പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. 75-ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 76. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ്. ബലത്തിൻ്റെ യൂണിറ്റ് ഏതാ? ബലത്തിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ. 78. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം. ഇതാണ് ഗതികോർജം. 79. താഴെ തന്നിരിക്കുന്നതിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഗ്രീൻ എനർജി അല്ലാത്തതാണ് ചോദിച്ചത്. ഗ്രീൻ എനർജി അല്ലാത്തത് ഓപ്ഷൻ സി അറ്റോമിക് റിയാക്ടറുകൾ. ബാക്കി എല്ലാവരും ഗ്രീൻ എനർജിയാണ്. 80. കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതെന്നാണ് ചോദ്യം. സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമാണ് അൾട്രാ സോണിക്. ഇനി അടുത്ത ചോദ്യ പേപ്പർ 11/2025. ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഓപ്ഷൻ ഡി ഡോക്ടർ DS കോത്താരി. രണ്ടാമത്തെ ചോദ്യം. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. മൂന്നാമത്തെ ചോദ്യം. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. പറഞ്ഞത് മെറ്റേണിക്. ഓപ്ഷൻ ബി മെറ്റേണിക്. നാലാമത്തെ ചോദ്യം. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് കുറുവിളി ചേകാൻ. ആരാണ്? കുറുവിളി ചേകാൻ. അഞ്ചാമത്തെ ചോദ്യം. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി. ആറാമത്തെ ചോദ്യം. ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? 7:30 മണി. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. 2. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. 3. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ 1 അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. എട്ടാമത്തെ ചോദ്യം. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത്? വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആക്കിയത് 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഒമ്പതാമത്തെ ചോദ്യം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 10. മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം. മൺസൂൺ മഴയും ഇടവിട്ടു വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്.
അഥവാ ചെങ്കൽ മണ്ണ്. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ടിസ്കോ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. 14. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാലാണ് ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗത്തെയാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലം. 16. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി അറിയപ്പെടുന്ന പേരാണ്. ഈ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. 17. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത്? ഈ ചോദ്യവും ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം, ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തതാണ്. 19. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1. താരതമ്യേന വീതി കുറവ്. 2. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. 3. റയാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 4. വീതി താരതമ്യേന കൂടുതൽ. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. താരതമ്യേന വീതി കുറവായിരിക്കും. റയാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇന്ത്യയിലെ ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 21. ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തതേതാണ്? സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത്. 1. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. 2. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 3. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവന 2 മാത്രം. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതും അയ്യങ്കാളിയാണ്. 22ാമത്തെ ചോദ്യം, തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായതെന്ന്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് 1949 ജൂലൈ 1. 1949 ജൂലൈ 1. 23. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലൻ കർഷകരുടെ സമരം നടന്ന സ്ഥലം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലൻ കർഷകരുടെ സമരം നടന്ന സ്ഥലമാണ് ചമ്പാരൻ. 24. ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാരാണ്? ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകനാണ് ജൊനാഥൻ ഡങ്കൻ. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തതേത്? താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത്. 1. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും. 2. പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും. 3. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ബന്ധമില്ലാത്ത പ്രസ്താവന സി 2 മാത്രം. ബാക്കി 2 പ്രസ്താവനകളും ശരിയാണ്. നിയമലംഘന പ്രസ്താവന പിൻവലിപ്പിക്കും. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും. 26ാമത്തെ ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി
വാഗ്ഭടാനന്ദൻ. 27ാമത്തെ ചോദ്യം, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 28 സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് യോഗ്യശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. 29 ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നതാണ് മാർത്താണ്ഡവർമ്മ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻകാങ്. ആർക്കാണ്? ഹാൻകാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതാണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നില്ല. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയൻ. ഇതാണ് സോവിയറ്റ് യൂണിയൻ. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡാണ്. 2 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി ആലപിച്ചത് മാലിനി ചൗധരിയാണ്. 3 നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതകളിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 3 പ്രസ്താവനകളും തെറ്റാണ്. ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം 52 സെക്കൻഡാണ്. 1911 കൽക്കത്ത സമ്മേളനത്തിൽ ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. രവീന്ദ്രനാഥ ടാഗോറാണ് ദേശീയ ഗാനം ആലപിച്ചത്. അപ്പോൾ ആൻസർ ഇവയെല്ലാം തെറ്റാണ്. 34 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ തീരുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. 3 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവനകൾ 1, 3. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് ചോദ്യം. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും വകുപ്പ് 32. ശരിയായ ഓപ്ഷൻ A4, B1, C2, D3. അടുത്ത ചോദ്യം 37. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനായിരുന്നു ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 40. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര?
ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിലെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് 9. നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140. ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20. ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് 9. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണമാണ് 9. 43. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ് കെ. കൃഷ്ണൻകുട്ടി. ആരാണ്? കെ. കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണമാണ് 3. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണമാണ് 41. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ക്യാൻസൽഡ് ക്വസ്റ്റ്യനാണ്. അടുത്ത ചോദ്യം 46. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് പാലക്കാട്. 47. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയാണ് വി. അബ്ദുറഹിമാൻ. 48. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച ജില്ല തിരുവനന്തപുരം. അയ്യങ്കാളി ജനിച്ചതെന്ന്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. ഇ. വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇ. വി. രാമസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കം. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ. വി. രാമസ്വാമി നായ്ക്കറാണ്. താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് മഹാദേവ് ഗോവിന്ദ റാണ്ഡെ, MG റാണ്ഡെ. 52. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളിയാണ് KM പണിക്കർ. 53. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയാനുള്ള ചോദ്യമാണ്. 1. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 2. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. 3. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? AK ഗോപാലൻ. 54. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ചേറ്റൂർ ശങ്കരൻ നായർ. ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. 55. ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 56. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര. 57. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യത്താൻ ഗോപാലൻ. അതാണ് അയ്യത്താൻ ഗോപാലൻ. 58. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്നവ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് GP പിള്ള. 59. കൊച്ചി രാജപ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തതാര്? കൊച്ചി രാജപ്രജാമണ്ഡലത്തിൽ നേതാക്കളിൽ പെടാത്ത വ്യക്തിയാണ് ഷൺമുഖം ചെട്ടി. പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S. നീലകണ്ഠ അയ്യർ കൊച്ചി പ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പ്രമുഖരായിരുന്നു. 60. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകളിൽ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്ന ഏത്? കേരള സംസ്ഥാന രൂപീകരണത്തിനായി
തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. ഏതാണ്? ബി. അഗസ്തീശ്വരം. 61. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമേത്? വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുവരുന്ന രോഗമാണ് ഏതാണ്? നിശാന്തത. 62-ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗമല്ലാത്തതേത്? ജീവിതശൈലീ രോഗമല്ലാത്തതാണ് ഹീമോഫീലിയ. 63. നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാ? നിശബ്ദ വസന്തം അഥവാ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് റേച്ചൽ കാഴ്സൺ. 64. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമേത്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ പെരിയാർ. 65. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. പല്ലിൻ്റെ ഇനാമലാണ് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. 66. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിനു കാരണമായ HIV വൈറസ് പെരുകുന്നത്? HIV വൈറസ് പെരുകുന്നത് ലിംഫോസൈറ്റ്. 67. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിൽ വെച്ചാണ്. എവിടെ വെച്ചാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത്? കരളിൽ വെച്ച്. 68. കേരള കാർഷിക സർവകലാശാല വികസിച്ചെടുപ്പിച്ച പാവലിൻ്റെ ഇനം ഏത്? കേരള കാർഷിക സർവകലാശാല വികസിച്ചെടുപ്പിച്ച പാവലിൻ്റെ ഇനമാണ് പ്രിയങ്ക. 69. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമാണ് ഓപ്ഷൻ സി 2023. 70. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുക? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചുള്ള തുകയാണ് 5 ലക്ഷം. 71-ാമത്തെ ചോദ്യം. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. 1. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. 2. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. 3. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം 2ഉം 3ഉം മാത്രമാണ്. 2ഉം 3ഉം മാത്രം. ഓപ്ഷൻ സി. 72. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്ത്? ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവമാണ് വസ്തുവിനേക്കാൾ വലുതും മിഥ്യയും നിവർന്നതും. ഓപ്ഷൻ ഡി. 73-ാമത്തെ ചോദ്യം. മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. 74. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. 98 ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം 310 കെൽവിനാണ്. ഓപ്ഷൻ എ. 75. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത്? ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം ഏത്? u² = v² - 2as. ഓപ്ഷൻ ബി. 76. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനമാണ് രാസോർജ്ജത്തെ ഗതികോർജ്ജമാക്കുന്നു. ഓപ്ഷൻ സി. രാസോർജ്ജം ഗതികോർജ്ജമാക്കുന്നു. 77. സൂര്യഗ്രഹണത്തിനു കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണമാണ് ഓപ്ഷൻ എ.
ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. 78. ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. 1. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. 2. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. 3. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ശരിയായ പ്രസ്താവനയാണ്. 2. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. തെറ്റാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. 3. ഹൈഡ്രജൻ ഡയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്. ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി. 79. തന്നിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോടോപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ശരിയായ പ്രസ്താവനയാണ് ഓപ്ഷൻ ബി. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. 80. ആറ്റോമിക സംഖ്യ 8 ആയ മൂലകം. ആറ്റോമിക സംഖ്യ 8 ആയ മൂലകമാണ് ഓക്സിജൻ.